വെൽക്കം ടു ജിയോജി സ്പോട്ട്ലൈറ്റ്. ഓഹരി വിപണികളെ സംബന്ധിച്ചിടത്തോളം 2024 ഏറെ നിർണായകമായിരുന്നു. വലിയ ചാഞ്ചാട്ടങ്ങളാണ് വിപണികളിൽ ദൃശ്യമായത്. അതിന് പല ഘടകങ്ങളും സ്വാധീനിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പായാലും അന്താരാഷ്ട്ര രാഷ്ട്രീയ സംഘർഷങ്ങളായാലും എല്ലാം വിപണികൾക്ക് പല ഘട്ടത്തിൽ വിപണികളുടെ ചാഞ്ചാട്ടത്തിന് കാരണമായിട്ടുണ്ട്. 2024 വിപണികളുടെ പ്രകടനം എങ്ങനെയായിരുന്നു? 2025 എങ്ങനെയായിരിക്കും വിപണികളുടെ പ്രകടനം? ഈ കാര്യങ്ങളെല്ലാം വിലയിരുത്താൻ ജിയോജിത്തിൻ്റെ ഏതാനും അനലിസ്റ്റുകളാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. ആൻഡു ഇൻഫ്രാസ്ട്രക്ചർ പെയിൻറ് സെക്ടേഴ്സാണ് അനലൈസ് ചെയ്യുന്നത്. ഒപ്പം അരുൺ കൈലാസനുണ്ട്. അരുൺ പവർ ക്യാപിറ്റൽ ഗുഡ്സ് സെക്ടേഴ്സ് അനലൈസ് ചെയ്യും. ഏവിയേഷൻ, ഡിഫൻസ്, കൺസ്യൂമർ ഡ്യൂറബിൾസ് സെക്ടറിൻ്റെ ഒരു പ്രകടനം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ വിലയിരുത്താൻ അനിലും നമ്മോടൊപ്പം ഉണ്ട്. ആദ്യം ആൻഡുവിലേക്ക്. ആൻഡു, ഇൻഫ്രാസ്ട്രക്ചറിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായത് തെരഞ്ഞെടുപ്പായിരുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പിന് ശേഷം വലിയൊരു അലോക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് വരുന്നില്ല. സ്പെൻഡിങ് കുറവാണ്. ഒപ്പം തന്നെ പെയിൻറ്റ് സെക്ടറിലാണെങ്കിൽ വലിയ കോമ്പറ്റീഷനും ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ രണ്ട് സെക്ടറുകളുടെയും 2024 ഒരു പ്രകടനം എങ്ങനെയായിരുന്നു? 2025 ഒരു ഔട്ട്ലുക്ക് എന്താണ്? 2024 ഒരു പ്രകടനം നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ മാർക്കറ്റിൽ തന്നെ ഏതാണ്ടൊരു 11% റിട്ടേൺ ആണ് നാളെ ഇതുവരെ ഫ്രം ജനുവരി ടു ടിൽ എസ്റ്റർഡേ നൽകിയ ഒരു റിട്ടേൺ എന്ന് പറയും. ഇൻഫ്രാസ്ട്രക്ചർ ആകട്ടെ ഏതാണ്ടൊരു 18% വളർച്ചയാണ് ഈ ഒരു പീരീഡിൽ തന്നെ കാഴ്ചവെച്ചത്. പക്ഷേ നമ്മൾ ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ 2 ഭാഗത്തെ പെർഫോമൻസ് നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ അഭിലാഷിൻ്റെ ചോദ്യത്തിൽ തന്നെ ഉള്ളത് തന്നെ കേന്ദ്ര തിരഞ്ഞെടുപ്പുകളും ഉണ്ടായിരുന്നു. അതേ തുടർന്ന് 8 സംസ്ഥാന തിരഞ്ഞെടുപ്പുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ കാപ്പെക്സ് സ്പെൻഡിൽ ഒരു ഗണ്യമായ കുറവ് ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം കമ്പനിയുടെ പ്രവർത്തനത്തെയും ബാധിച്ചു എന്ന് തന്നെ പറയാം. ഏതാണ്ടൊരു 15% റിഡക്ഷനാണ്, ഡ്രോപ്പാണ് കാപ്പെക്സ് സ്പെൻഡിങ്ങിൽ ഉണ്ടായിട്ടുള്ളത്. ഇതുവരെയുള്ള കാപ്പെക്സ് സ്പെൻഡ് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ബജറ്റ് അലോക്കേഷൻ 11.1 ലക്ഷം കോടി രൂപയായിരുന്നു. അതിൻ്റെ ഏതാണ്ട് 42% മാത്രമേ നാളെ ഇതുവരെ ഗവൺമെൻറ് സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. പകുതി പോലും എത്തുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു പീരീഡ് കഴിഞ്ഞ വർഷമാണെങ്കിൽ ഏതാണ്ട് ഒരു 50-52% വരെ സ്പെൻഡിങ് വന്നിട്ടുണ്ട്. അത് കമ്പനിയുടെ പ്രവർത്തനത്തെയും പ്രോഫിറ്റബിലിറ്റിനെയും ബാധിച്ചു എന്ന് തന്നെ പറയാം. പിന്നെ മറ്റ് ഘടകങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ മൺസൂൺ സീസണായിരുന്നു, എക്സ്റ്റെൻഡഡ് മൺസൂൺ ആയിരുന്നു. ഇപ്രാവശ്യം നല്ലൊരു മൺസൂൺ കിട്ടി. പക്ഷേ അത് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം എക്സിക്യൂഷൻ ബാധിക്കുന്ന ഒരു ഘടകമായിട്ട് മാറി. പിന്നെ വർദ്ധിച്ച നാണ്യപ്പെരുപ്പ നിരക്ക്, പിന്നെ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ്, എല്ലാ കാര്യങ്ങളും കമ്പനിയുടെ പ്രവർത്തനത്തെ ബാധിച്ചു. അത് തന്നെ സ്റ്റോക്ക് പെർഫോമൻസിലും വന്നു. ഫ്രം റീസെൻ്റ് ഹൈ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനീസ് ഏതാണ്ടൊരു 10-12% ഇടിവുണ്ടായി. നിഫ്റ്റി നോക്കുവാണെങ്കിൽ ഈ സെയിം പീരീഡ് തന്നെ ഏതാണ്ടൊരു 10% ഇടിവാണ് ഉണ്ടായതുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ ആണ് കമ്പനിയുടെ പ്രവർത്തനത്തെ ബാധിച്ചത്. പെയിൻറ്റ് സെക്ടറിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു കോമ്പറ്റീഷൻ ആ രംഗത്ത് നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഔട്ട്ലുക്ക് എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഈ ബിർള ഓപ്പസിൻ്റെ വരവ് പെയിൻറ്റ് സെക്ടറിന് ഒരു കുലുക്കം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഏതാണ്ട് 10,000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് കമ്പനി നടത്തുന്നത്. 2 ഘടകങ്ങളാണ് പെയിൻറ്റ് സെക്ടറിനെ നാളിതുവരെ ബാധിച്ചതെന്ന് പറയാം. ഏതാണ്ട് വർദ്ധിച്ച പണപ്പെരുപ്പ നിരക്ക് അത് സ്പെൻഡിങ്ങിനെ ബാധിച്ചു. പിന്നെ അർബൻ ഡിമാൻഡ് കുറച്ച് സ്ലോ ഡൗൺ ആയിരുന്നു. പിന്നെ മൺസൂൺ, ഈ ഘടകങ്ങൾ പെയിൻറ്റ് സെക്ടറിനെ പ്രതികൂലമായിട്ട് ബാധിച്ച ഘടകങ്ങളാണ്. പിന്നെ ക്രൂഡ് പ്രൈസിൻ്റെ കുറവ് ഇവരുടെ കമ്പനീസിൻ്റെ മാർജിന് കുറച്ച് ബെനിഫിറ്റ് കിട്ടിയെന്ന് തന്നെ പറയാം. റീസെൻ്റ്ലി ആ ബെനിഫിറ്റ് ഡിമാൻഡ് കുറവായതുകൊണ്ട് തന്നെ റീസെൻ്റ്ലി കമ്പനീസ് എല്ലാം ഈ ബെനിഫിറ്റ് കൺസ്യൂമറിനൊക്കെ തന്നെ പാസ് ഓൺ ചെയ്തു. എന്നാൽ പ്രൈസിൻ്റെ റിഡക്ഷൻ കമ്പനീസ് വരുത്തേണ്ട ഒരു സാഹചര്യം കോമ്പറ്റീഷൻ കാരണം സാഹചര്യം ഉണ്ടായി. പക്ഷേ രണ്ടാം പാദത്തിന് ശേഷം കമ്പനീസിനെ കമൻട്രി നമ്മൾ സൂക്ഷ്മമായി വിലയിരുത്തുകയാണെങ്കിൽ ഏതാണ്ട് മെയിൻ കമ്പനീസ് പെയിൻറ്റിലെ കമ്പനീസ് തന്നെ 2-2.5% വരെയുള്ള പ്രൈസ് ഹൈക്ക് എടുക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ ഈ ഡിസംബർ വരുന്ന പാദം എന്ന് പറയുന്നത് ഫെസ്റ്റിവൽ സീസൺ വരുന്നുണ്ട്, മാരേജ് സീസൺ വരുന്നുണ്ട്. ആ സമയങ്ങളിലെല്ലാം ഡിമാൻഡ് വർദ്ധിക്കും എന്നുള്ളൊരു വിലയിരുത്തലിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് അത് വന്നേക്കുന്നത്. റൂറൽ ഡിമാൻഡ് ആണെങ്കിൽ കുറച്ചൊരു ഹയർ ഡിമാൻഡ് കാണിച്ചും തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ ഒരു ബലത്തിലാണ് കമ്പനികളെല്ലാം 2-2.5% പ്രൈസ് വർധന എടുത്തത്.
ഇതിൻ്റെ ശരിക്കുള്ള എഫക്റ്റ് Q3യുടെ അവസാന ഘട്ടത്തിലും Q4ൻ്റെ തുടക്കത്തിലും പ്രതിപാദിക്കും കമ്പനീസിൻ്റെ നമ്പർ. സോ ലോങ് ടേം പെർസ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ മേജർ പ്ലെയറായ ഏഷ്യൻ പെയിൻറ്റ് അവരാണ് വിപണിയുടെ 48 മുതൽ 50% വരെയുള്ള വിപണി മൂല്യം കൈയാളുന്ന ആൾക്കാർ. അത്തരം കമ്പനികളിലെ ലോങ് ടേമിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രോച്ച് ആയിരിക്കും ഈ സമയത്തെടുത്ത്. പക്ഷേ ഒരു ഷോർട്ട് ടേമിലാണെങ്കിൽ ഈ കൺസോളിഡേഷൻ കുറച്ച് നാളും കൂടെ തുടരാനാണ് സാധ്യത. ഇപ്പം നിലവിൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് പെയിന്റ് സെക്ടറുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത നിക്ഷേപർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? വരും വർഷങ്ങളിലെ പണം നയ അവലോകനം RBIയുടെ എങ്ങനെയായിരിക്കും? ഫെബ്രുവരിയിൽ ആണ് പുതിയ RBI ഗവർണർ ചാർജ് എടുത്തിട്ടുണ്ട്. അദ്ദേഹം ഒരു റെപ്പോ റേറ്റിൽ റിവേഴ്സ് റെപ്പോ റേറ്റിൽ ഒരു കട്ട് വെച്ചിട്ടായിരിക്കും തുടങ്ങുക എന്നുള്ളൊരു അവലോകനമുണ്ട്, എക്സ്പെക്റ്റേഷനുണ്ട്. എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ ചിലപ്പോൾ കുറയാനുള്ള സാഹചര്യമാണ് RBI കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഈ മൺസൂൺ സീസണിൻ്റെ ഒരു ബെനിഫിറ്റ് ഇനി വരുന്ന മാസങ്ങളിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ വെജിറ്റബിൾ പ്രൈസിൻ്റെ അല്ലെങ്കിൽ ഫുഡ് ഇൻഫ്ലേഷൻ കുറച്ച് കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഇത് RBIക്ക് ഒരു അനുകൂലമായ ഘടകമായിരിക്കും തുടർന്നുള്ള മാസങ്ങളിൽ പണപ്പെരുപ്പ അവലോകന നയം എടുക്കേണ്ട ഒരു തീരുമാനങ്ങൾ, സ്ട്രാറ്റജി എന്തായിട്ട്. പിന്നെ മറ്റ് എന്ന് പറഞ്ഞാൽ ആഗോള വിപണിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ US ഫെഡറൽ റിസർവ് കഴിഞ്ഞ ദിവസം 25 ബേസിസ് പോയിൻറ്റിൻ്റെ ഒരു കട്ട് എടുക്കുകയുണ്ടായി. പക്ഷേ അതൊരു ഹോക്കിഷ് ആയിട്ടുള്ള സ്റ്റാൻസ് ആയിരുന്നു തുടർന്നുള്ള അവരുടെ ഒരു കമൻട്രിയിൽ നമ്മൾ കണ്ടത്. എന്ന് പറഞ്ഞാൽ ഈ കൂടുതൽ കട്ടുണ്ടാകാനുള്ള ചാൻസ് ഇല്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു 4 പ്രാവശ്യം ഒരു കട്ട് എടുക്കും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു വിപണിക്ക്. അത് 2ആക്കി. അതൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് 2025 നമ്മൾ നോക്കിക്കാണുമ്പോൾ. അവരുടെ സ്റ്റാൻസ് എന്തായിരിക്കും, അതിനെ തുടർന്ന് RBI കൈക്കൊള്ളുന്ന പണനയ അവലോകനം എങ്ങനെയായിരിക്കും? മെയിൻലി ഇൻട്രസ്റ്റ് റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഈ 2 സെക്ടർ. ഇൻട്രസ്റ്റ് റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും, എസ്പെഷ്യലി പെയിൻറ്റ്. ഈ 2 സെക്ടറിലെയും നമുക്ക് പിക്ക് ചെയ്യാവുന്ന അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യാവുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്? ഇൻഫ്രാസ്ട്രക്ചർ ഞങ്ങൾ കുറച്ചും കൂടെ ഒരു ബുള്ളിഷാണ്. എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ബജറ്റ് എന്ന് പറഞ്ഞാൽ അതിനി ഒരു 1.5 മാസത്തിന് ശേഷം അടുത്തൊരു ബജറ്റ് വരും. ഫെബ്രുവരിയിൽ ഫിനാൻസ് മിനിസ്റ്റർ അടുത്തൊരു ബജറ്റ്. ഈ 3 മാസമാണ് ഇനിയിപ്പോൾ ഉള്ളത്, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ഈ 3 മാസം കൊണ്ട് ഈ പെൻഡിങ് ഉള്ള സ്പെൻഡിങ് വരാൻ സാധ്യതയുണ്ടോ? ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമായിരിക്കും. ബജറ്റ് അലോക്കേഷൻ മുഴുവൻ സ്പെൻഡ് ചെയ്യാൻ സാധ്യതയില്ല, ഒരിക്കലും ചാൻസ് ഇല്ല. അതുകൊണ്ട് 10 ലക്ഷം കോടി 10-10.5 ലക്ഷം കോടിയുടെ സ്പെൻഡിങ് ചാൻസ് ഉള്ളു കാണാനുള്ള. പിന്നെ സ്റ്റോക്കിനെ കുറിച്ച് ചോദിച്ചല്ലോ. സ്റ്റോക്ക് നമ്മൾ വളരെ പോസിറ്റീവായിട്ടുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒന്ന് NCC ലിമിറ്റഡ് ആണ്. അത് കൺസ്ട്രക്ഷൻ മേഖലയിൽ കമ്പനി നല്ല പ്രാവീണ്യം ലഭിച്ചിട്ടുള്ള കമ്പനിയാണ്. അവരുടെ പെർഫോമൻസ് തന്നെ നല്ലതായിരുന്നു ഈ Q2 പെർഫോമൻസും. പിന്നെ HG ഇൻഫ്രയാണ്, റോഡ് കൺസ്ട്രക്ഷൻ, സിവിൽ കൺസ്ട്രക്ഷൻ, മെട്രോ എന്നീ മേഖലയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. പിന്നെ KNR കൺസ്ട്രക്ഷൻസ് ലിമിറ്റഡാണ്. ഈ 3 കമ്പനികളാണ് നമ്മൾ പോസിറ്റീവായിട്ടുള്ളത്. പിന്നെ ഒരു ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഒരു സ്പേസും കൂടെ ഉള്ള കമ്പനീസ് എന്ന് പറയുന്നത് KC ഇൻ്റർനാഷണൽ, ത്രിവേണി ടർബൈൻ എന്നീ കമ്പനികളാണ്. പെയിന്റ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ഏഷ്യൻ പെയിൻ്റ് ആണ്. പക്ഷേ ഒരു ഹ്രസ്വകാലത്തേക്ക് കുറച്ച് കൺസോളിഡേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ലോങ് ടേമിൽ നല്ലൊരു ബെറ്റായിരിക്കും. അരുൺ, 2 സെക്ടർ, പവറും ക്യാപിറ്റൽ ഗുഡ്സും. പവർ സെക്ടറിൽ വലിയൊരു മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകളെല്ലാവരും റിന്യൂവബിൾ എനർജിക്ക് വേണ്ടിയിട്ടുള്ളൊരു പുഷ് എല്ലായിടത്തൊന്നും വരുന്നുണ്ട്, ഗ്ലോബലി തന്നെ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ പവർ സെക്ടറിൻ്റെയും ഒപ്പം ക്യാപിറ്റൽ ഗുഡ്സ് സെക്ടറിൻ്റെയും 2024 ഒരു ട്രെൻഡ് എങ്ങനെയായിരുന്നു? 2025 ഔട്ട്ലുക്ക് എങ്ങനെയാണ്? 2024 നോക്കുമ്പോൾ പവറും ക്യാപിറ്റൽ ഗുഡ്സും മാർക്കറ്റ് ഭയങ്കരമായിട്ട് പ്രിഫർ ചെയ്ത ഒരു 2 സെക്ടേഴ്സാണ്. നല്ല രീതിയിൽ റിട്ടേൺസും തന്നിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് 6 മന്ത്സിൽ കുറച്ച് കറക്ഷൻ ഈ പറഞ്ഞ 2 സെക്ടേഴ്സിന് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അവരുടെ ഫോളോ ചെയ്യുന്ന ഇൻഡീസസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ BSE ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡെക്സ് ഉണ്ട്, പവർ ഇൻഡെക്സ് ഉണ്ട്. ഈ 2 ഇൻഡെക്സ് അത്യാവശ്യം ഒരു കറക്ഷൻ നടന്നിരിക്കുകയാണ്. കമ്പയർഡ് ടു ദി ബ്രോഡ് മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡെക്സ് ഒരു 10% അണ്ടർ പെർഫോമൻസ് ആണ്. ആൻഡ് പവർ സെക്ടറിനൊരു 5% അടുത്തുള്ള ഒരു അണ്ടർ പെർഫോമൻസാണ്. ഇതിൻ്റെ കാരണങ്ങൾ ഇപ്പോൾ പവർ സെക്ടറിന് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സീസണലി വീക്കായിട്ടുള്ള ഒരു ക്വാർട്ടറാണ് ഈ സെക്കൻഡ് ക്വാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മാത്രമല്ല ക്യാപിറ്റൽ ഗുഡ്സിനെ ആൻഡു പറഞ്ഞ അതേ കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ പറഞ്ഞ കമ്പനീസിൻ്റെ ഓർഡർ ബുക്സിലുള്ള ഒരു ഗ്രോത്ത് അത്ര ഉണ്ടായിരുന്നില്ല. എക്സിക്യൂഷൻ്റെയും പല എക്സിക്യൂഷൻ്റെ കാര്യത്തിലും റിസ്ക്കുകളും
സ്ലോ ഡൗണും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാരണം കൊണ്ടാണ് ഈ പറഞ്ഞ 2 സെക്ടേഴ്സിന് കറക്ഷൻ വരുന്നത്. അവർ ഓൾറെഡി ഒരു ഹൈ വാല്യുവേഷനിലായിരുന്നു. അപ്പോൾ ഈ ഒരു കറക്ഷൻ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെ. ഗോയിങ് ഫോർവേഡ് നമ്മൾ അടുത്ത 12 മാസത്തേക്ക് നോക്കുമ്പോഴത്തേനും ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡെക്സിൻ്റെ കൺസ്റ്റിറ്റ്യുവൻസിന് ഒരു 15% ഏർണിങ്സിലെ ഗ്രോത്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. മാത്രമല്ല പവർ സെക്ടറിൽ ഒരു 12% അടുത്താണ് ഏർണിങ്സ് ഗ്രോത്ത് എക്സ്പെക്റ്റേഷൻ നമുക്കുള്ളത്. പക്ഷേ വാല്യുവേഷൻ വെച്ച് നോക്കുമ്പോഴത്തേനും ക്യാപിറ്റൽ ഗുഡ്സ് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ 1 ഇയർ ആവറേജ് വെച്ച് നോക്കുമ്പോൾ ആ 1 ഇയർ ആവറേജിനെക്കാട്ടിലും താഴെയാണ് ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നത്. ഓൺ ദി അതർ ഹാൻഡ് പവർ സെക്ടർ ഒരു 7% പ്രീമിയത്തിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ പവർ സെക്ടറിൽ ഈ ഒരു എക്സിക്യൂഷൻ്റെ റിസ്ക്കും മാത്രമല്ല ഈ ഹൈ വാല്യുവേഷൻസും ഇതൊക്കെ കാരണം കൊണ്ട് നമ്മൾ കുറച്ച് ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സ്റ്റാൻസാണ് പവർ സെക്ടറിലുള്ളത്. പക്ഷേ ക്യാപിറ്റൽ ഗുഡ്സിൽ നമ്മൾ വളരെ പോസിറ്റീവാണ്. അങ്ങനെയാണെങ്കിൽ ഏതെല്ലാം സ്റ്റോക്കുകളായിരിക്കും ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകൾ? ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകൾ ഇപ്പം നമുക്കിത് ഈ 2 സെക്ടറിൻ്റെ ഒരു ഭംഗി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആണ്. പവറും ക്യാപിറ്റൽ ഗുഡ്സും നല്ലൊരു ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ട്. സോ നമ്മൾക്ക് ഈ പവറിലുണ്ടാകുന്ന ഒരു ഗ്രോത്ത് തന്നെ നമുക്ക് ക്യാപിറ്റൽ ഗുഡ്സിലും നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സുസ്ലോൺ എന്ന് പറഞ്ഞ ഒരു സ്റ്റോക്ക്, അത് വിൻഡ് ടർബൈൻ മാനുഫാക്ചററും അതിൻ്റെ ONM സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ആ ഒരു കമ്പനിയിൽ നമ്മൾ വളരെ പോസിറ്റീവാണ്. കാരണം വിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സോളാർ മാത്രമല്ല, വിൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റാണ് നമ്മുടെ റിന്യൂവബിൾസിലുള്ള ആ ഒരു സ്റ്റോറി വെച്ച് നോക്കുമ്പോഴത്തേനും. പിന്നെ അതേപോലെ തന്നെ CG പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻസ്, ഹിറ്റാച്ചി എനർജി, ഈ 2 സ്റ്റോക്സ് ഇവർക്കുള്ള ഒരു ഗ്രോത്ത് പ്രോസ്പെക്ട്സ് വളരെ സ്ട്രോങ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം കറൻ്റ്ലി നമ്മളുടെ റിന്യൂവബിൾ എനർജീൻ്റെ ഗ്രോത്ത് സ്റ്റോറിക്ക് ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മളുടെ ഇന്ത്യയിലുള്ള കറണ്ട് ട്രാൻസ്ഫോമേഴ്സ് കപ്പാസിറ്റിയും ട്രാൻസ്മിഷൻ ഇൻഫ്രാസ്ട്രക്ചർ, ഈ 2 കാര്യങ്ങളാണ്. സോ ഇവർ 2 പേര് ഡെവലപ്പ് ചെയ്യാണ്ട് നമുക്ക് ഇനിയും ഒരു ഫാസ്റ്റർ പേസിൽ റിന്യൂവബിൾ ഗ്രോ ചെയ്യാൻ പറ്റില്ല. സോ ഇവിടെ ആയിരിക്കും നമ്മുടെ ആദ്യത്തെ ഗ്രോത്തിനെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. സാധാരണ കൊണ്ട് ഈ 2 സ്റ്റോക്സ് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. ഈ ഇൻവെസ്റ്റേഴ്സിനെ വലിയധികം ടെൻഷനിലാക്കിയ ഒരു സെക്ടറാണ് ഡിഫൻസ്. കഴിഞ്ഞ ഒരു വർഷം ഏറ്റവും കൂടുതൽ ചാഞ്ചാട്ടമുണ്ടായ ഒരു സെക്ടർ. വലിയ ഉയർച്ചയിൽ പോയി, പിന്നീട് ഒരു 50-60% ലോസിലേക്ക് ഈ സെക്ടർ വന്നു, ഈ സ്റ്റോക്സ് വന്നു. ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷത്തെ ഒരു അനാലിസിസ് എങ്ങനെയാണ്? 2025 ഔട്ട്ലുക്ക് എന്തായിരിക്കും? അത് ആൻസർ ചെയ്യുന്നതിന് മുമ്പേ 2014 തൊട്ട് വ്യക്തമായ ചേഞ്ച് ആ ഇൻഡസ്ട്രിയിലുണ്ടായിരുന്നു. 2 കാരണങ്ങളാണ്. ഒന്ന്, ഗവൺമെൻറ് ഡിസൈഡ് ചെയ്തു സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്യാനും സെൽഫ് റിലയൻസിലായിരുന്നു ഫോക്കസ് ചെയ്തത്. രണ്ടാമത് റാപ്പിഡ് മോഡേണൈസേഷനാണ്. കാരണം നമ്മുടെ ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് എല്ലാം കുറേയൊക്കെ ഒബ്സൊലീറ്റ് ഐറ്റംസ് ആയിരുന്നു. സോ റാപ്പിഡ് മോഡേണൈസേഷൻ കൊണ്ട് ഈ സ്റ്റെപ്സ് ഗവൺമെൻറ് എടുത്തതോടുകൂടി നമ്മുടെ ഡിഫൻസ് കമ്പനീസിൻ്റെ ഔട്ട്ലുക്ക് കുറച്ച് ഇമ്പ്രൂവ് ആയി. ഓൾസോ അത് ഓർഡർ ബുക്കിലും അവരുടെ ഏർണിങ്സിലും റിഫ്ലക്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് വാല്യുവേഷനും ഗ്രാജ്വലി ഇമ്പ്രൂവ് ചെയ്തു. നേരത്തെ ഒരു 2014 മുന്നേ ഒരു 10 to 12, 13x ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്സൊക്കെ ഇപ്പോൾ പിന്നെ 15 to 20x ട്രേഡ് ചെയ്യാൻ തുടങ്ങി. ഇത് കൂടാതെ ഗവൺമെൻറ് ഒരു ഫ്രീക്വൻറ്റ് ഇൻ്റർവെൽസിൽ സർട്ടൻ ഐറ്റംസ് ഫ്രം April 21 to 2023 January വരെയുള്ള ഈ സർട്ടൻ ഇൻ്റർവെൽസിൽ സർട്ടൻ ഐറ്റംസ് ഗവൺമെൻറ് സെലക്ട് ചെയ്തു. സോ ദാറ്റ് അത് മാനുഫാക്ചർ ചെയ്യാനുള്ള സഫീഷ്യൻറ്റ് ടെക്നോളജിയും കേപ്പബിലിറ്റിയും നമുക്കുള്ള ആ പർട്ടിക്കുലർ ഐറ്റംസിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ ബാൻ ചെയ്തു. ആൻഡ് ഫൈനൽ ലിസ്റ്റ് ജനുവരിയിൽ വന്ന ലിസ്റ്റിൽ ഒരു കോംപ്രഹെൻസീവ് ലിസ്റ്റായിരുന്നു. അതിൽ ലാർജ് പ്ലാറ്റ്ഫോം റിലേറ്റഡ് എക്യുപ്മെൻറ്റ്സും അതൊക്കെയായിരുന്നു. അത് നമ്മുടെ ഡിഫൻസ് കമ്പനീസിൻ്റെ ഔട്ട്ലുക്ക് ശരിക്കും വലിയൊരു വ്യത്യാസം കൊണ്ടുവരാനുള്ള ഒരു ട്രിഗറായിരുന്നു. അത് കാരണം വാല്യുവേഷൻ ശരിക്കും കയറിപ്പോയി. ഈ ഒരു ഔട്ട്ലുക്ക് ഇമ്പ്രൂവ് ചെയ്തതോടുകൂടി നമുക്കറിയാം ഇപ്പോൾ ഈ ഡിഫൻസ് കമ്പനീസ് വിരലെണ്ണാവുന്ന കുറച്ച് കമ്പനീസ് മാത്രമേ ഉള്ളൂ. അതിൽ ചില ലാർജ് കമ്പനീസും ഗവൺമെൻറ് ഓണാണ്. അതുകൊണ്ട് സഫീഷ്യൻറ്റ് ലിക്വിഡിറ്റി ഇല്ല. കാരണം 75% ഗവൺമെൻറ് ഓണർഷിപ്പ് ഉള്ളതുകൊണ്ട് കുറേ ക്യാഷ് ഈ ഡിഫൻസിൻ്റെ ഔട്ട്ലുക്ക് ഇമ്പ്രൂവ് ചെയ്തതുകൊണ്ട് ഈ കമ്പനീസിനെ ചേസ് ചെയ്തതുകൊണ്ട് വാല്യുവേഷൻ ആസ്ട്രോണമിക്കൽ ലെവൽസിലേക്ക് എത്തി.
ഫ്രം 20x to 50, 60, 70x ട്രേഡ് ചെയ്യാൻ തുടങ്ങി. അതൊരു സസ്റ്റൈനബിൾ വാല്യുവേഷൻ അല്ലായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാന്ന് വെച്ചാൽ ഈ കമ്പനീസിൻ്റെ ക്ലയൻസ് ഗവൺമെൻറ്റിൻ്റെ ആം തന്നെയാണ് ബേസിക്കലി. സോ അവരൊരു ബഡ്ജറ്ററി അതായത് എയർഫോഴ്സ്, ആർമി, ഇവർ തന്നെയാണ് ഈ ക്ലയൻസ്, ഈ ഗവൺമെൻറ്, ഈ കമ്പനീസിൻ്റെ ക്ലയൻസ്. സോ അവരൊരു ബഡ്ജറ്ററി അലൊക്കേഷൻ അവർക്കുണ്ട്, അത് ലിമിറ്റഡ് ആണ്. അത് പെട്ടെന്ന് കൂടാനോ, അപ്പോൾ ഈവൻ ഓർഡർ ബുക്ക് വെച്ചിട്ട് ഹയർ ഓർഡർ ബുക്ക് കയ്യിലുണ്ടെങ്കിൽ പോലും അത് ഫാസ്റ്റായിട്ട് എക്സിക്യൂഷൻ ഉണ്ടാവാൻ പോസിബിലിറ്റി കുറവാണ്. സോ മാർക്കറ്റ് അത് മനസ്സിലാക്കിയപ്പോഴത്തേക്കും സ്റ്റോക്സ് കറക്റ്റ് ചെയ്തു ഒന്ന് 60-70%. സോ ആ ഇഫോറിയ അല്ലെങ്കിൽ ഫോർത്ത് ഉണ്ടായിരുന്ന മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിരുന്ന സാധനം അത് കറക്റ്റ് ചെയ്തു. അതാണ് ശരിക്കും മാർക്കറ്റിൽ സംഭവിച്ചത്. ആ കറക്ഷന് ശേഷം ഒരു ഫേവറബിൾ വാല്യുവേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ബട്ട് വാല്യുവേഷൻ ഹിസ്റ്റോറിക്കലി നോക്കുവാണെങ്കിൽ ഇപ്പോഴും ഹയറാണ്. പക്ഷേ ഔട്ട്ലുക്ക് നല്ലതായതുകൊണ്ട് ഇനിയും ഒരു പ്രീമിയം വാല്യുവേഷനിൽ ഇനി ട്രേഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ആണ് കാണുന്നത്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഡിഫൻസ് സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്? ഹയർ ലെവൽസിൽ എൻട്രി ചെയ്തവർക്ക് മോസ്റ്റ് പ്രോബ്ലി ഈ പ്രൈസസ് ഒന്നും കിട്ടാനുള്ള പോസിബിലിറ്റി ഈ ഷോർട്ട് ടേമിൽ കിട്ടാൻ ചാൻസസ് ഇല്ല. പക്ഷേ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടേം നെക്സ്റ്റ് 10 years ഔട്ട്ലുക്ക് നല്ലതായതുകൊണ്ട് 10 years നെക്സ്റ്റ് 10 years ബിക്കോസ് പോളിസി സെറ്റായി ഗവൺമെൻറ് ഡൊമസ്റ്റിക്കിലേക്ക് മാനുഫാക്ചറിങ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഗവൺമെൻറ് പോളിസിയും ഇതുമൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആക്ച്വലി എക്സിക്യൂഷനിലേക്ക് വരണം. ആൻഡ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഈ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്ററി അലൊക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലോങ് ടേം ഔട്ട്ലുക്ക് നല്ലതായതുകൊണ്ട് വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാം. പക്ഷേ ഇതിലൊരു പ്രശ്നം, ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ഇഷ്യൂവിൻ്റെ സമയത്ത് എല്ലാ ബഡ്ജറ്റിലും ഡിഫൻസിന് കൂടുതൽ അലോക്കേഷൻ വയ്ക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ അത്ര വലിയ പ്രശ്നത്തിലല്ല. പാകിസ്ഥാനും ഒരു പിന്നോട്ട് പോവുകയാണ് ഈ സംഘർഷങ്ങളൊന്നും. അങ്ങനെ വരുമ്പോൾ ബഡ്ജറ്റ് അലോക്കേഷൻ കൂടാൻ സാധ്യതയുണ്ടോ? നമ്മുടെ മോഡേണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ 60% ഓഫ് ഐറ്റംസ് കുറേ പഴയതാണ്. ഈവൻ നമ്മൾ എയർക്രാഫ്റ്റ് നോക്കുകയാണെങ്കിലും എല്ലാം പഴയതാണ്. നമുക്ക് അത് റീപ്ലേസ് ചെയ്യണം. സോ റീപ്ലേസ്മെൻറ്റിൻ്റെ മോഡേണൈസേഷനാണ് ഇമ്പോർട്ടൻസ്. റീപ്ലേസ്മെൻറ്റ് അതുപോലെ തന്നെ നമ്മൾ ചെറിയ ഇൻറ്റിഗ്രേറ്റഡ് ബാറ്റിൽ ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഓരോ സെക്ടർ വൈസ് ആണ് അവർ ഈ ഗവൺമെൻറ് 3 ആമിനെയും ഇനി വയ്ക്കാൻ പോകുന്നത്. സോ ബിഗ് ചേഞ്ചസ് ആണ് നടക്കുന്നത്. ഈവൻ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആണെങ്കിലും മിസൈൽ റിലേറ്റഡ് ആണെങ്കിലും UAV വെഹിക്കിൾസും ഇതൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. സോ ദ മോഡേണൈസേഷൻ പ്ലാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതിന് ശക്തമായ ഡിഫൻസ് ആണല്ലോ നമുക്ക് വേണ്ടത്. നമുക്കൊരു പുറത്തുനിന്നുള്ള ത്രെറ്റിന് അതിജീവിക്കണമല്ലോ. സോ ഗവൺമെൻറ് സ്ട്രാറ്റജി അത് തന്നെയാണ്. ആൻഡ് ഓൾസോ നമ്മുടെ ഫോക്കസ് എക്സ്പോർട്ടും ഉണ്ട്, പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക്. അതെ. നമ്മൾ 2013 1500 കോടി ഉണ്ടായിരുന്ന എക്സ്പോർട്ട് ഇപ്പോൾ 21,000 കോടിയാണ്. ഇനി നെക്സ്റ്റ് 2 years 50,000 കോടിയിലേക്ക് എത്താനുള്ള ആണ് ഗവൺമെൻറ് ടാർഗറ്റ്. സോ എക്സ്പോർട്സിനും ശരിക്കും ഫോക്കസ് ഗവൺമെൻറ്റിനുണ്ട്. അടുത്തൊന്ന് ഏവിയേഷനാണ് നോക്കുന്നത്. ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ ഡൊമസ്റ്റിക് ഏവിയേഷൻ സെക്ടർ നോക്കുന്ന സമയത്ത് ധാരാളം ആളുകൾ വിമാനങ്ങൾ യാത്ര ചെയ്യാൻ താല്പര്യം കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും അവരുടെ ഡെസ്റ്റിനേഷനിൽ എത്തണം എന്നുള്ളൊരു ആഗ്രഹമാണല്ലോ. സ്വാഭാവികമായിട്ട് അത് ഏവിയേഷൻ സെക്ടറിന് ഗുണം ചെയ്യും. ഏവിയേഷൻ സെക്ടറിൻ്റെ ഒരു ഔട്ട്ലുക്ക് എന്താണ്? ഒപ്പം ഏതെങ്കിലും സ്റ്റോക്ക് സജസ്റ്റ് ചെയ്യാനുണ്ട്? നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കുവാണെങ്കിൽ നേരത്തെ ഒരു ഫുൾ സർവീസ് കാരിയർ ഉണ്ടായിരുന്നു. പുതിയ 2009 തൊട്ടാണ് ഈ LCC ലോ കോസ്റ്റ് കാരിയർ ഇൻഡിഗോ പോലത്തെ കമ്പനീസ് വന്നത്. ഫ്രം 2012 തൊട്ട് 2017 വരെ ഓൾമോസ്റ്റ് 11-12% ആയിരുന്നു ഇവരുടെ നമ്മുടെ ഡൊമസ്റ്റിക് പാസഞ്ചർ ഗ്രോത്ത്. അത് ശരിക്കും 15% എത്താൻ 17 to 20 നമ്മൾ നോക്കുമ്പോൾ FY 17 to 20 എത്തുമ്പോൾ ആ 15% ആയിട്ട് ഗ്രോ ചെയ്യുന്നതിൻ്റെ മേജർ ഫാക്ടർ ഈ LCC കാരണമാണ്. ഈ ഇൻഡിഗോ പോലത്തെ ഉള്ള ലോ കോസ്റ്റ് കാരിയർ ആയിരുന്നു. അപ്പോൾ 2017 40% മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്ന ഇൻഡിഗോ ഇപ്പോൾ 65% ആയിട്ട്. ഇൻഡിഗോ ആണ് നമ്മുടെ ടോപ്പ് പിക്ക് ഈ സെക്ടറിൽ.
ഇന്റർഗ്ലോബ് ഏവിയേഷൻ. ഇന്റർഗ്ലോബ് ഏവിയേഷൻ അവിടെ ഗുഡ് വെരി നല്ല ഡൊമസ്റ്റിക്കലി നല്ല നെറ്റ്വർക്ക് ഉണ്ട്. ഹയസ്റ്റ് നമ്പർ ഓഫ് പ്ലെയിൻസ് അവരാണ് റൺ ചെയ്യുന്നത്. ആൻഡ് അവർ ഈ ഡൊമസ്റ്റിക്കിൽ നിന്ന് ഇപ്പോൾ ഇൻ്റർനാഷണലിലേക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഈ മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ആണ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ. സോ ഫിനാൻഷ്യലി ബെറ്റർ പൊസിഷനാണ്. സോ ഈ ഒരു റീസൺ കൊണ്ട് നമ്മൾ സ്റ്റോക്സ് ഡിഫൻസിൽ സ്റ്റോക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ടോ? 2 സ്റ്റോക്സാണ് നമ്മൾ മെയിൻലി ഈ റീസെൻ്റ്ലി നമ്മൾ റിലീസ് ചെയ്തത്. ഒന്ന് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, പിന്നെ ആസ്ട്രോ മൈക്രോവേവ്. ഈ 2 പ്രോഡക്റ്റ് കമ്പനീസ്. ഏറ്റവും പ്രധാനപ്പെട്ട 6 സെക്ടറുകളുടെ ഔട്ട്ലുക്കാണ് നമ്മളിന്ന് വിശകലനം ചെയ്തത്. അതിൽ ഏതാനും നിക്ഷേപയോഗ്യമായ ഓഹരികൾ കൂടി നമ്മുടെ അനലിസ്റ്റുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഡിസ്കഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും വളരെയധികം നന്ദി. ഇൻവെസ്റ്റേഴ്സിനും ഹാപ്പി ന്യൂ ഇയർ.